സ്വന്തം കാര്യത്തിനും സ്വന്തം താല്പര്യത്തിനും വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിനും വേണ്ടി മാത്രം ഇപ്പോൾ ഹേമന്ത് സോറൻ JMMനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്. സാധാരണയിൽ നമുക്കറിയാം, ഒരു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു മറ്റൊരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരണം തുടരാൻ ശ്രമിക്കുക. ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. സുശക്തമായ ഒരു സർക്കാർ നിൽക്കെ തന്നെ പ്രതിപക്ഷത്തുള്ള BJPയെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായ എന്തെങ്കിലും അനിശ്ചിതത്വമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയോ അല്ല അതിൻ്റെ കാരണം എന്നുള്ളതാണ്. JMMൻ്റെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനും ഭാര്യയും പോയി ചർച്ച നടത്താനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം ഈ സ്കാം തന്നെയാണ്, ലാൻഡ് സ്കാം തന്നെയാണ്. പിന്നെ ഹേമന്ത് സോറനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 256 കോടിയുടെ കേസാണ് അതെന്ന് പറയുന്നത്, ഭൂമി ഇടപാട് കേസാണ്. അതിൽ പിന്നെ മാത്രമല്ല റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ 36 ലക്ഷം രൂപ കയ്യോടെ പിടികൂടുകയും അതുപോലെ തന്നെ മറ്റു പല തെളിവുകളും ശേഖരിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ജനുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജാമ്യത്തിൽ പുറത്തിറങ്ങി. ജാമ്യത്തിലാണിപ്പോൾ പിന്നെ മുഖ്യമന്ത്രി എന്നുള്ളത് കാണണം. അപ്പോൾ ആ ഒരു സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഇതുവരെ ചേർത്തത് അത് രാഷ്ട്രീയമായ പിന്നെ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അത് നിൽക്കില്ല എന്ന തോന്നലിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. ഇനി അത് അങ്ങനെ നിൽക്കണമെന്നില്ല. വീണ്ടും ഒരുപക്ഷെ ആ കേസ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ബാധിക്കുന്ന ഒരു നിലയിലേക്ക് വരാനുള്ള സാധ്യതയാണ്. നമ്മൾ BJP സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല തവണയായി കണ്ടിട്ടുള്ള അതേ പ്രാക്ടീസ്, അതായത് EDയെ കൊണ്ട് കേസെടുപ്പിച്ച് ആ കേസിനെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി കീഴടക്കുക എന്ന അതേ തന്ത്രം അമിത്ഷാ പ്രയോഗിക്കുന്നു. ആ തന്ത്രത്തിൽ ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും വീഴുകയാണ്. ഹേമന്ത് സോറനും വീഴുകയാണ്. പക്ഷേ ഇത് കൂടാതെ ഒരു കാര്യം കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിമാർ 31 ദിവസത്തിനുള്ളിൽ അവർ രാജിവെച്ചിരിക്കണം എന്നുള്ള ബില്ല് പാസ്സാക്കുകയും അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് പിന്നെ ഹേമന്ത് സോറൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബില്ലിൻ്റെ ഭാവി, ആ ബില്ല് നിയമമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് പിന്നെ കാര്യമായി തന്നെ ഹേമന്ത് സോറനെ ബാധിക്കാനുള്ള ഒരു സംഗതിയും കൂടി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്തായാലും ഇതും കൂടി അതിനൊരു കാരണമായിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ സ്വന്തം താല്പര്യം കൊണ്ട് മാത്രം, അല്ലാതെ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയോ ഭരണത്തിന് ഭീഷണിയോ ഒന്നും ഉണ്ടായിട്ടല്ല, സ്വന്തം കാര്യത്തിനും സ്വന്തം താല്പര്യത്തിനും വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിനും വേണ്ടി മാത്രം ഇപ്പോൾ ഹേമന്ത് സോറൻ JMMനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്.